പ്രധാനമായും നമുക്ക് ഒരേക്കറിലധികം സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റ് വളരെ നന്നായിട്ട് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ട്രഡീഷനും അനുസരിച്ച് വേണം നിങ്ങളത് കൺസ്ട്രക്ട് ചെയ്യാൻ. അതിലുപയോഗിക്കുന്ന ഷീറ്റും മറ്റും പച്ച കളറാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പ്രോപ്പർട്ടി നല്ല പച്ചപ്പും ഹരിതാഭയും മസ്റ്റായിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇന്ന് റെഡിമെയ്ഡായിട്ട്, അതായത് വലിയ പ്ലാന്റുകൾ നമുക്ക് വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ലാൻഡ്സ്കേപ്പറെ സമീപിക്കുകയാണെങ്കിൽ അവരതെല്ലാം ചെയ്തു തരുന്നതാണ്. അതുപോലെ ഫ്ലോറിങ്ങും മറ്റും നല്ല ആംബിയൻസ് കിട്ടുന്നതിന് വേണ്ടി നാച്ചുറൽ സ്റ്റോൺസോ ആ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഫ്ലോർ ചെയ്ത് അത് മനോഹരമാക്കുക. അതുപോലെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ചേഞ്ചിങ് റൂംസ് ഇതൊക്കെ സഫീഷ്യൻ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പുറത്തുനിന്നുള്ള പലതരത്തിലുള്ള ആയോധന കലകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. പിന്നീട് നമ്മൾ കളരി പോലുള്ള നമ്മുടെ തനത് കലകളും അഭ്യസിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫെസിലിറ്റി, അതായത് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി വളരെ മസ്റ്റാണ്.